റോഷിപാൽ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ പരാതികൾ ഉണ്ടാകുമെന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ പരാതികൾ പ്രതീക്ഷിച്ചിരുന്നു. നമുക്കറിയാം, ഏറ്റവും ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ആരോപണവുമായി വന്ന റിനി ആൻ ജോർജിന്റെ വാക്കുകളിൽ തന്നെ ഉണ്ടായിരുന്നു കൂടുതൽ പരാതികൾ ഉണ്ടാവാമെന്ന്. പിന്നീടാണ് ഞെട്ടിക്കുന്ന അതിജീവിതയുമായി ബന്ധപ്പെട്ട അതിജീവിത നേരിട്ട ശാരീരിക ബുദ്ധിമുട്ടുകൾ, ശാരീരിക പീഡനം, മാനസിക പീഡനം, നിർബന്ധിച്ചുള്ള ഗർഭചിത്രം, ഇതിന്റെയൊക്കെ വിവരങ്ങൾ കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ മുഖ്യമന്ത്രിക്ക് തന്നെ അതിജീവിത പരാതി നൽകുന്നു. പിന്നീട് ഇതാ മറ്റൊരു പരാതി കൂടി ഉണ്ടാവുകയാണ്. പാർട്ടി ദേശീയ നേതാക്കൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, KPCC അധ്യക്ഷന് പരാതി പോയിട്ടുണ്ട്. പക്ഷേ പാർട്ടി നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ടൊന്നും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. പ്രതികരിക്കുമോ എന്നുള്ള പ്രതീക്ഷയുമില്ല. ഇനി എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ എപ്പോൾ സംഭവിക്കുമെന്നേ നമ്മൾ കാത്തിരിക്കുന്നുള്ളൂ. പക്ഷേ ഏറെ ഗുരുതരമായ കാര്യങ്ങളാണ് ഈ പരാതിയിൽ പറയുന്നത്. ക്രൂരമായി പീഡിപ്പിച്ചു എന്ന പരാതിക്കാരി പറയുമ്പോൾ പാർട്ടിക്ക് നേരിട്ടെത്തിയ ഈ പരാതിയിൽ ഒന്നും അങ്ങനെ മിണ്ടാതിരിക്കാൻ കഴിയുമോ റോഷിപാൽ? റോഷ്നി, നേരത്തെ യുവതി KPCC അധ്യക്ഷനടക്കം പരാതി നൽകിയപ്പോൾ തനിക്ക് പരാതി കിട്ടിയില്ലെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് VD സതീശന് പരാതി നൽകി. പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഇമെയിൽ വഴി ആ പെൺകുട്ടി പരാതി നൽകി. അതിനുശേഷമാണ് ആ പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയത്, മുഖ്യമന്ത്രിയെ സമീപിച്ചത്. പക്ഷേ തങ്ങൾക്ക് പരാതി കിട്ടിയില്ലെന്ന നിലപാട് അവർ സ്വീകരിച്ചു. ഇപ്പോഴും പോലീസ് കേസെടുത്ത് മുന്നോട്ട് പോകുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. MLA പദവിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുന്നിടത്തോളം കാലം ഇനിയും പീഡനത്തിനിരയായ പെൺകുട്ടികൾ പരാതി നൽകാനുള്ള സാധ്യത കുറവാണ്. കാരണം അധികാരം രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണ്. പാർട്ടിയുടെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. സാമൂഹ്യ മാധ്യമത്തിലും രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു വിഭാഗം പിന്തുണയ്ക്കുന്നുണ്ട്. അങ്ങനെ ഒരു പിന്തുണയുള്ളിടത്തോളം കാലം പെൺകുട്ടികൾ, പ്രത്യേകിച്ച് നേരത്തെ പരാതി നൽകിയ പെൺകുട്ടിക്കുണ്ടായ ദുരനുഭവം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. സമാനമായ സാഹചര്യത്തിലൂടെ കടന്നുപോകാൻ അവർ തയ്യാറല്ല. അതുകൊണ്ട് പോലീസിൽ പരാതി നൽകാൻ പറ്റില്ല എന്ന നിലപാടിലേക്ക് ഈ പെൺകുട്ടി പറയുന്നു. പക്ഷേ ഒരു പെൺകുട്ടി അവർ തന്റെ ദുരനുഭവം വിവരിച്ചുകൊണ്ട് പോലീസിനെ സമീപിച്ച സാഹചര്യത്തിൽ താനെല്ലാം പാർട്ടി നേതൃത്വത്തെ തുറന്നറിയിക്കുന്നുവെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. പക്ഷേ എല്ലാ കാര്യങ്ങളും ക്രൈംബ്രാഞ്ചിനറിയാം. തെളിവുകളെല്ലാം ക്രൈംബ്രാഞ്ചിന്റെ കൈവശമുണ്ട്. തൽക്കാലത്തേക്ക് താൻ നിയമ നടപടിക്ക് തയ്യാറാകുന്നില്ല. ജീവൽ ഭയമാണ്. കാരണം തനിക്ക് സാമൂഹ്യ മാധ്യമത്തിൽ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലികൾ തന്നെ ആക്രമിക്കും, അതിൽ തനിക്ക് ഭയമുണ്ട്. തനിക്ക് ജീവിക്കണമെന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. ആ 23-കാരി ഹൃദയം പൊട്ടിയാണ് ഇമെയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനും അയച്ചിരിക്കുന്നത്. ആ ഇമെയിൽ സന്ദേശം കണ്ണീരോടെയല്ലാതെ വായിച്ചു തീർക്കാൻ കഴിയില്ല. റോഷ്നി, ഈ കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ നിലപാടറിയാനാണ് കേരളം കാതോർത്തിരിക്കുന്നത്. രണ്ടാമത്തെ പരാതിയാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ നമുക്കറിയുന്നത്. പക്ഷേ രമേശ് ചെന്നിത്തല അടക്കം പറയുന്നത് നിരവധി പരാതികൾ കോൺഗ്രസ് നേതൃത്വത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലഭിച്ചിട്ടുണ്ടെന്നാണ്. അങ്ങനെ നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പബ്ലിക്കിൽ, പൊതുയിടത്തിൽ രണ്ടാമത്തെ പരാതി വന്നിരിക്കുന്നു. അതൊരു 23-കാരിയാണ്. 23-കാരിയെ വളരെ നേരത്തെ, വർഷങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരയാക്കിയത്. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ അധികാരം ഉപയോഗിച്ച്, തന്റെ സ്വാധീനം ഉപയോഗിച്ച് പെൺകുട്ടിയെ പ്രണയം നടിച്ച് ഹോം സ്റ്റേയിൽ എത്തിച്ച് ഫലം പ്രയോഗിച്ച് ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കിയെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇത് സംബന്ധിച്ച സുപ്രധാന തെളിവുകൾ കൂടിയുണ്ട്. ആ തെളിവുകളടക്കമാണ് ക്രൈംബ്രാഞ്ചിന് പെൺകുട്ടി കൈമാറിയത്. പക്ഷേ തനിക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ താൽപര്യമില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് സംഘത്തെ പെൺകുട്ടി അറിയിച്ചിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകുമ്പോൾ ഈ വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിൽ ജനങ്ങളുമായി ഇടപെടാൻ ഇനി അനുവദിക്കരുതെന്ന ആവശ്യം കൂടി പെൺകുട്ടി മുന്നോട്ട് വെക്കുന്നു. തന്റെ പരാതിയുടെ ഗൌരവം മനസ്സിലാക്കാൻ ക്രൈംബ്രാഞ്ചുമായി ചർച്ച ചെയ്യുക, ക്രൈംബ്രാഞ്ചിൽ അന്വേഷിക്കാവുന്നതാണ് എന്നുകൂടി പറയുന്നു. അങ്ങനെ അതീവ ഗൌരവമുള്ള രണ്ടാമത്തെ പരാതി വന്നിരിക്കുന്നു. ഇനി കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA പദവിയിൽ നിന്നും രാജിവെപ്പിക്കുമോ എന്നത് ഏറ്റവും പ്രധാനമാണ്. കീഴടങ്ങാൻ രാഹുൽ മാങ്കൂട്ടത്തിലിനോട് കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശിക്കുമോ എന്നതാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഷൻ മാത്രമാണ് ലഭിച്ചത്. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പൂർണ്ണമായും പുറത്താക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള ആളെ പാർട്ടി പോലീസിൽ കീഴടങ്ങാൻ നിർദ്ദേശം നൽകുമോ എന്നതടക്കം പ്രധാനമാണ്. ഈ പെൺകുട്ടി ഇനി പോലീസിൽ മൊഴി നൽകാൻ തയ്യാറായാൽ അത് രാഹുലിന് ഊരാക്കുടുക്കായി മാറുമെന്ന കാര്യത്തിലും സംശയമില്ല. റോഷ്നി.